പ്രിയ സുഹൃത്തുക്കളെ, വളരെ ആഹ്ലാദകരമായ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങളേവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കാര്യം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു കാണും. ഈ നാട്ടിലെ അധ്വാനിക്കുന്നവരുടെ, സാധാരണക്കാരുടെ, പട്ടിണി പാവങ്ങളുടെ ഏക ആശാകേന്ദ്രമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നിലവിലുള്ള സംസ്ഥാന ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് AKG സെൻറ്ററിലാണ്. പാർട്ടിയുടെ ഓഫീസ് മാത്രമല്ല, പാർട്ടിയുടെ മേൽവിലാസം തന്നെ AKG സെൻറ്റർ എന്നാണ്. സഖാവ് പിണറായി വിജയൻ്റെ മകൾ വീണ ബാംഗ്ലൂരിൽ ഒരു കമ്പനി തുടങ്ങിയപ്പോൾ അവരുടെ അഡ്രസ്സ് വെച്ചിരുന്ന പോലും വീണ വിജയൻ AKG സെൻറ്റർ തിരുവനന്തപുരം എന്നാണ്. അപ്പോൾ അത്രയും പാർട്ടിയുടെ മേൽവിലാസമായി മാറിയ ഒരു കെട്ടിടമാണ് AKG സെൻറ്റർ. ആ AKG സെൻറ്റർ പോരാ എന്ന് തോന്നിയിട്ട് അതിന് നേരെ എതിർവശത്ത് പുതിയ ഒരു ആസ്ഥാന മന്ദിരം പണിയാൻ പോവുകയാണ്. 22-ൽ തറക്കല്ലിട്ടതാണ്. പക്ഷേ അതിൻ്റെ പണി അധികം അങ്ങോട്ട് പുരോഗമിച്ചിട്ടില്ല. കാരണം പണത്തിൻ്റെ ഷോർട്ടേജാണ്. കാര്യം പാവങ്ങളുടെ പാർട്ടി ആയതുകൊണ്ട് വലിയ നീക്കിയിരിപ്പൊന്നും പാർട്ടിയുടെ ഇല്ല. പാർട്ടി എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആശ്രയിക്കുന്നത് സാധാരണക്കാരാണ്, എന്നെപ്പോലെ, നിങ്ങളെപ്പോലെ ഈ നാട്ടിൽ അധ്വാനിക്കുന്ന ബഹുഭൂരിപക്ഷ ആളുകളുടെ നിരന്തരമായ പിന്തുണ കൊണ്ടാണ് ഈ പാർട്ടി നിലനിൽക്കുന്നത്. അല്ലാതെ കോർപ്പറേറ്റുകളുടെ ഇന്നോ കുത്തകളുടെ ഇന്നോ അല്ലെങ്കിൽ യൂസഫ് അലി, രവിപ്പിള്ള മുതലായ ദേശീയ ബൂർഷ്വാസിയുടെ ഇന്നോ പ്രവാസികളുടെ ഇന്നൊന്നും കാശ് കടം മേടിക്കുന്ന സംഭാവന പിരിക്കുന്നൊരു പാർട്ടിയാണിത്. പാർട്ടിക്ക് സംഭാവന പിരിക്കാനൊക്കെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ച് മാത്രമേ പണം പിരിക്കാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെയുള്ളതായി ഈ പാർട്ടി രാജ്യത്തെ പട്ടിണി പാവങ്ങളുടെ ആശാകേന്ദ്രമായ, അതിനേക്കാളുപരി സാമ്രാജ്യത്വത്തിനും ഫാസിസത്തിനും എതിരായിട്ട് വിട്ടുവീഴ്ചയില്ലാതെ യുദ്ധം ചെയ്യുന്ന ഈ പാർട്ടി ബാലറ്റ് പെട്ടിയെ പടവാളാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് യന്ത്രത്തെ ആറ്റം ബോംബാക്കിക്കൊണ്ട് ഈ സാമ്രാജ്യത്വത്തിനും ഫാസിസത്തിനും RSSനും ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ എതിരെ ഒരേ സമയത്ത് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഈ പാർട്ടി നിലനിൽക്കേണ്ടത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ താല്പര്യമാണ്, പട്ടിണി പാവങ്ങളുടെ താല്പര്യമാണ്, തൊഴിലാളി വർഗത്തിൻ്റെ, കർഷക തൊഴിലാളികളുടെ, അസംഘടിത മേഖലയിലുള്ള ആളുകളുടെ, പരിസ്ഥിതി പ്രേമികളുടെ, ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരുടെ, എല്ലാത്തിനുപരി സാംസ്കാരിക നായകന്മാരുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഈ പാർട്ടി ഇല്ലെങ്കിൽ ഈ കേരളം മറ്റൊരു സ്ഥലമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ AKG സെൻറ്ററിന് വേണ്ടത്ര സൗകര്യങ്ങൾ കുറവാണ് എന്ന് തോന്നുന്നു. ഇത് AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് AK ആൻ്റണി അനുവദിച്ച ഒരു സ്ഥലമാണ്. അവിടെ ഒരു കെട്ടിടം പണിഞ്ഞ് പാർട്ടി ഓഫീസായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് വേണ്ട, ഇനി അങ്ങോട്ട് പഠനവും ഗവേഷണവും മാത്രമേ AKG സെൻറ്ററിൽ നടത്തുക. പാർട്ടി ഓഫീസ് തൊട്ടപ്പുറത്ത് പണിയാൻ പോകുന്ന കെട്ടിടത്തിലേക്ക് മാറ്റുക. ഇതാണ് പാർട്ടിയുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ഐഡിയ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നാളെ CPMൻ്റെ ധർമ്മഭടന്മാർ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഹുണ്ടിക പിരിവിന് വേണ്ടിയിട്ട് വരും. ചുവന്ന ബക്കറ്റുമായിട്ട് പിരിവിന് വരുന്ന ഈ സഖാക്കളെ നിങ്ങൾ ആരും നിരാശപ്പെടുത്തി മടക്കി അയക്കരുത്. യഥാശക്തി എന്താ വെച്ചാൽ കൊടുക്കുക. അത് 100 രൂപയുള്ള ഒരു 100 രൂപ കൊടുക്കുക, 1000 രൂപയുള്ള ഒരു 1000 രൂപ കൊടുക്കുക. സഖാക്കൾ ഇത്ര എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കഴിവിൻ്റെ പരമാവധി ആയിട്ടുള്ള ഒരു സംഖ്യ അങ്ങോട്ട് കൊടുക്കുക. റെസീറ്റ് കിട്ടില്ല, കാരണം ഹുണ്ടിക പിരിവാണ്. ബക്കറ്റ് പിരിവായതുകൊണ്ട് റെസീറ്റ് കിട്ടിയാൽ കിട്ടി എന്നേ ഉള്ളൂ. റെസീറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സംഭാവന കൊടുക്കുന്നതിനും മടിക്കേണ്ട ആവശ്യമില്ല. ഈ പണം കൊടുക്കുന്ന പാവങ്ങളുടെ പാർട്ടിക്കാണ്. ഒരു പൈസ പോലും അനാമത്തായിട്ട് ആരും ചിലവാക്കുകയില്ല. മുഴുവൻ പൈസയും കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി തന്നെ വിനിയോഗിക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയത്തിന് അവകാശം വേണ്ട. ഞാനിപ്പോൾ ഇത് പറയാനുള്ള ഒരു കാരണം, പാർട്ടി ആവശ്യപ്പെട്ടാൽ കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആവശ്യപ്പെടാതെ തന്നെ കൊടുക്കാൻ ഇവിടെ ഒരുപാട് പേര് റെഡിയായിട്ട് നിൽപ്പുണ്ട്. പക്ഷേ ഈ കള്ളവാറ്റുകാരുടെ നിന്നോ അല്ലെങ്കിൽ കള്ളപ്പണക്കാരുടെ നിന്നോ കുഴൽപ്പണക്കാരുടെ അടുത്തുനിന്നോ കള്ളനോട്ട് അടിക്കുന്നവരുടെ നിന്നൊന്നും ഈ പാർട്ടി സംഭാവന മേടിക്കുകയില്ല. സാധാരണക്കാരുടെ കയ്യിൽ, പാവപ്പെട്ടവരുടെ കയ്യിൽ, പാനൂറ മാതയെ പോലെയുള്ള ത്യാഗനിർഭരമായ ജീവിതം നയിക്കുന്ന സാധാരണക്കാരിൽ നിന്ന് പിരിക്കുന്ന പൈസ കൊണ്ട് മാത്രമേ ഈ പാർട്ടി എന്ത് ചെയ്യും നമുക്കറിയാം. അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരു കെട്ടിടം പണിയാനാണ് ഇത്ര വലിയ ബുദ്ധിമുട്ട്. 16 നിലയിലോ 18 നിലയിലോ പണിഞ്ഞു കൊടുക്കാൻ എത്ര കോൺട്രാക്ടർമാർ റെഡിയായിട്ടിട്ടുണ്ട്, അതിന് മേൽനോട്ടം വഹിക്കാൻ എത്ര എഞ്ചിനീയർമാർ റെഡിയായിട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും പാർട്ടി ചെയ്യില്ല. പാർട്ടി ചെയ്യുമ്പോൾ അത് പക്കയായിട്ടേ ചെയ്യും. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ, ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പണിയാൻ പോകുന്ന ഈ കെട്ടിടം അത് വെറൊരു കെട്ടിടമല്ല. ഈ നാട്ടിലെ സോഷ്യലിസ്റ്റ്
കമ്മ്യൂണിസ്റ്റ് ധാരയിൽപ്പെട്ട ആളുകളുടെ ആ ഒരു ശ്രീകോവിലായിരിക്കും. അവിടെ വിഗ്രഹം ആരുടെയായിരിക്കും എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഏതായാലും അങ്ങനെ ഒരു ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായിട്ട് തിരുവനന്തപുരം നഗര പരിധിക്കകത്ത്, കൃത്യമായിട്ട് പറഞ്ഞാൽ നഗരമധ്യത്തിൽ, നഗരഹൃദയത്തിൽ നിലവിലുള്ള AK സെൻറ്ററിന് മുമ്പിൽ ഒരു കോടിയേരി സെൻറ്റർ അല്ലെങ്കിൽ പിണറായി സെൻറ്റർ ഉയർന്നു വരാൻ പോവുകയാണ്. നമ്മളതിന് ഓരോരുത്തരും അഭിമാനിക്കണം, എല്ലാവരും കഴിയുന്ന വിധം പണം കൊടുക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് മനസ്സിടിവ് തോന്നിയൊരു കാര്യം കൂടി പറയാം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. മനസ്സിടിവ് തോന്നിയെന്ന് വെച്ചാൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് താഴെ ഒരുപാട് ആളുകൾ വന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മിക്കവരും തന്നെ BJP-കാരോ ലീഗുകാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ മറ്റ് കുബുദ്ധികളോ ആയിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അവർ പറയുന്നത് ഒറ്റ പൈസ കൊടുക്കരുത്, എന്തിനാണ് ഈ പാർട്ടിക്ക് പൈസ കൊടുക്കുന്നത് എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ടെങ്കിൽ പോലും അങ്ങനെ ആരും ചെയ്യരുത്. ഇത് എഴുതിയ ആളുകൾ തന്നെ പാർട്ടിക്കാർ നാളെ ബക്കറ്റുമായിട്ട് വരുമ്പോൾ പൈസ കൊടുക്കും എന്നാണ് ഒരു വിശ്വാസം. അതുകൊണ്ട് ഇത് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമാണ്, പാർട്ടിയുടെ ആവശ്യമാണ്, മുന്നണിയുടെ ആവശ്യമാണ്, സർക്കാരിൻ്റെ ആവശ്യമാണ്. പിണറായി വിജയൻ്റെ കോടിയേരി ബാലകൃഷ്ണൻ മാത്രമല്ല, എൻ്റെ നിങ്ങളുടെ ആവശ്യമാണ്. ഓരോരുത്തരും അവനവൻ്റെ കഴിവിനും പ്രാപ്തിക്കും ഒത്ത രീതിയിൽ ആ പൈസ കൊടുത്ത് സഹായിക്കുക. ഇത് നാടിൻ്റെ ഒരു അഭിമാന സ്തംഭനമായിട്ട് വളർന്ന് വലുതായി പടർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയ കെട്ടിടത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.